പുനർജനി പദ്ധതിയിലെ ക്രമക്കേടിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ സിബിഐ അന്വേഷണത്തിന് വിജിലൻസിന്റെ ശുപാർശ എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്ത് നിന്ന് ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേട് സിബിഐ അന്വേഷിക്കണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ. വിജിലൻസിന്റെ ശുപാർശ അടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുകയാണ്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം വയനാട്ടിൽ നിന്നും ചേരുന്നുണ്ട്. അമൽ, നേതാക്കളുടെ ഉൾപ്പെടെ പ്രതികരണം അല്പസമയം മുമ്പ് നമ്മൾ കേട്ടതാണ്. സ്വാഭാവികമായിട്ടും ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായാണ്, അങ്ങനെയുള്ള നീക്കമാണ് എന്ന തരത്തിലാണ് നേതാക്കളുടെ ഉൾപ്പെടെ പ്രതികരണം വരുന്നത്. പക്ഷേ നിയമ നടപടികളുമായിട്ട് മുന്നിലേക്ക് പോകുമ്പോൾ ഇനി കാര്യങ്ങൾ എങ്ങനെയായിരിക്കും പോകാനുള്ള സാധ്യത? പുനർജനി കേസുമായി ബന്ധപ്പെട്ട് ഒരു CBI അന്വേഷണത്തിനുള്ള ശുപാർശ വരുമ്പോൾ തന്നെ കോൺഗ്രസ് ഇതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്നുണ്ട്. ഈ കേസ് വരുന്നത്, തിരഞ്ഞെടുപ്പ് സമയത്ത് ഈ കേസ് വരുന്നത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് എന്നുള്ള ഒരു പ്രചരണമായിരിക്കും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. കൃത്യമായി നേതാക്കന്മാരെല്ലാം അത് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രീ റോജി എം ജോൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ കേസുമൊക്കെയായി ബന്ധപ്പെട്ട് ആ ഒരു മേഖലയിൽ നടന്ന കേസാണ്, തൊട്ടടുത്ത മണ്ഡലം കൂടിയാണ്. അപ്പോൾ ഈ ഒരു വിജിലൻസ് ശുപാർശ ചെയ്തിരിക്കുന്നത് ഒരു CBI അന്വേഷണത്തിനാണ് പുനർജനി കേസുമായി ബന്ധപ്പെട്ട്. പ്രതിപക്ഷ നേതാവിനെതിരെ പുനർജനി കേസിൽ വിജിലൻസ് ഒരു CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തു, അത് ശ്രദ്ധയിൽപ്പെട്ടു? ഇല്ല, അത് വളരെ നാളുകളായിട്ട് ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ പ്രതിപക്ഷ നേതാവിനെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് എന്താണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിൽ വിരളി പോണ്ട സർക്കാർ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളാണിത്. ഈ കേസ് സർക്കാർ അന്വേഷിച്ച് വളരെ വർഷങ്ങളോളം അന്വേഷിച്ചിട്ട് യാതൊരു തരത്തിലുമുള്ള ഒരു തുമ്പ് കണ്ടെത്താനോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പോരായ്മകൾ കണ്ടെത്താനോ സാധിച്ചിട്ടില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തതിന് മുമ്പ് നടത്തുന്ന ഒരു കോപ്രായം മാത്രമാണ് ഇത്. കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. തീർച്ചയായിട്ടും ഇത് ഈ കാര്യത്തിൽ വളരെ സുതാര്യമായി പ്രതിപക്ഷ നേതാവ് ഒരു MLA എങ്ങനെയാണ് തൻ്റെ മണ്ഡലത്തിൽ ജനങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഭവന പദ്ധതിയും ഉൾപ്പെടെ ഒരു MLA എന്ന നിലയിൽ സ്വന്തമായി നടപ്പിലാക്കാമെന്ന് വളരെ മാതൃകാപരമായി കാണിച്ചിട്ടുള്ള ഒരാളാണ് പ്രതിപക്ഷ നേതാവ്. കഴിഞ്ഞ 25 വർഷത്തോളമായിട്ട് അദ്ദേഹം അവിടെ ജനപ്രതിനിധിയായിട്ട് തുടരുകയാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചിട്ടാണ് ഓരോ തവണയും വിജയിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് CPM നടത്തുന്ന ഇത്തരം തരം താണ രാഷ്ട്രീയ പകപോക്കലുകൾ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും എന്നാണ് പറയാനുള്ളത്.